റഷ്യൻ എണ്ണ വ്യാപാരം ചൈനീസ് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തും. പാശ്ചാത്യ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഉക്രൈന്റെ പ്രധാന നിയന്ത്രണം US നീക്കി. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനെ സ്വാധീനിക്കാൻ കരുത്തുള്ള നേതാവെന്ന് ചൈനീസ് പ്രസിഡന്റിനെ വിശേഷിപ്പിച്ച ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന സൂചന. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഓൺലൈൻ ചൂതാട്ട വാതുവയ്പ് പ്ലാറ്റ്ഫോമുകൾ രാജ്യവ്യാപകമായി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി സുപ്രീം കോടതി. പേരാമ്പ്രയിലെ സംഘർഷം പോലീസിന്റെ ആസൂത്രിത നീക്കമെന്ന് ആരോപിച്ച് ഷാഫി പറമ്പിൽ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്.